യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിൽ എത്തിയ നാം സഹയാത്രികർക്കൊപ്പം അതിരാവിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹര രാജ്യമായ സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സഹയാത്രികർക്കൊപ്പം ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ബസ്സിൽ ഇരുന്നുകൊണ്ട് ഞാൻ സ്വിറ്റ്സർലൻഡിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ണു നിറയെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഭൂമുഖത്തെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഇന്നത്തെ സ്വിറ്റ്സർലൻഡ് ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത്. 1291 ഊറി, ഷൈൻസ്, ഉണ്ടർവേർഡൻ എന്നീ പ്രവിശ്യകൾ ചേർത്ത് എക്കാലത്തും ആക്രമണരഹിതമായ സഖ്യമെന്ന പേരിൽ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. 1353 ആയപ്പോഴേക്കും ലുസേണും സൂറിച്ചും ഗ്ലാറ്റസും സുഗും ബോണും ഈ സഖ്യത്തിൽ ഭാഗമായതോടെ ഒരു സമാധാന രാഷ്ട്രമായി സ്വിറ്റ്സർലൻഡ് രൂപപ്പെടുകയാണ് ഉണ്ടായത്. ഗനോസൻ പ്രതിജ്ഞാസഖ്യം എന്ന പേര് സ്വയം സ്വീകരിച്ച അവർ പ്രത്യേക ചേരിചേരാ നയത്തിന് വഴിയൊരുക്കി. അതോടെ സ്വിറ്റ്സർലൻഡ് സമാധാനപ്രിയരുടെയും ഒരു പക്ഷവും പിടിക്കാത്തവരുടെയും ഒരു നാടായി മാറുകയുണ്ടായി. ആയുർദൈർഘ്യത്തിൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യവുമാണ് സ്വിറ്റ്സർലൻഡ്. ആൽപ്സ്, ജൂറ എന്നീ പർവ്വത നിരകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ജനങ്ങൾ കൃഷിയിലും വ്യവസായത്തിലും വിഭവപ്രദരായി കഴിയുന്നു. സ്വിസ് കമ്പനികളുടെ കൃത്യതയും സ്വിസ് ചോക്ലേറ്റിൻ്റെ സ്വാദും സ്വിസ് പശുക്കളുടെ പാലിൻ്റെ മികവും സ്വിസ് ബാങ്കുകളുടെ ഉദാര സമീപനവും ഏറെ ആകർഷണീയമാണ്. അതുകൊണ്ട് കൂടിയാകണം ലോകം കണ്ണടച്ച് വിശ്വസിച്ച് ഇവിടെ തങ്ങളുടെ വ്യാപാര കേന്ദ്രങ്ങളുടെ ആസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതും തങ്ങളുടെ നിക്ഷേപം ഇവിടെ ധാരാളമായി നിക്ഷേപിക്കുന്നതും. മാത്രമല്ല 4 ഭാഷകൾ ഒരുപോലെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു രാജ്യവും ഭൂമുഖത്തില്ല. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റോമൻഷ് ഭാഷകൾ ദേശീയ ഭാഷയായും ഇംഗ്ലീഷ് കണക്റ്റിംഗ് ഭാഷയുമായിട്ടാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത്. ജനസംഖ്യയിൽ 90% ക്രിസ്തുമത വിഭാഗത്തിലെ കാത്തോലിക്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പങ്കിടുന്നത് കൂടിയാണ്. 26 കണ്ടോണുകൾ അടങ്ങുന്നതാണ് ഇന്നത്തെ സ്വിസ് രാഷ്ട്ര സംവിധാനം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമായ ഗോദാർഡ് തുരങ്കം സ്വിറ്റ്സർലാൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം മികവുറ്റ ഒരു ഗതാഗത സംവിധാനമാണ് ഇവിടുത്തെ റെയിൽവേ. സ്വിസ് റെയിൽവേയുടെ ആവി എഞ്ചിൻ ഇപ്പോഴും ഊട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിൻ്റെ മികവിനുള്ള ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം കൂടിയാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാതയാണ് യുങ്ഫ്രൂ എന്ന് അറിയപ്പെടുന്നത്. യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വതനിരകളിലായാണ് ഈ റെയിൽപാത സ്ഥിതി ചെയ്യുന്നത്. 1125 വോൾട്ട് വൈദ്യുത മീറ്റർ ഗേജ് പാതയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 3471 മീറ്റർ ഉയരത്തിലാണ് ഈ പാതയിലെ അവസാന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ യുങ്ഫ്രോ സ്റ്റേഷനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് തുരങ്കത്തിൽ ആരംഭിച്ച് തുരങ്കത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു മനോഹരമായ റെയിൽ പാത കൂടിയാണ്. മഞ്ഞുമലകൾക്ക് മുകളിലേക്കുള്ള പാത ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ മനോഹരമായ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പച്ചപ്പുകളും കൃഷിയിടങ്ങളും മറ്റുമാണ് ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ശുചീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു നാട് കൂടിയാണ് ഈ സ്വിറ്റ്സർലൻഡ്. എവിടെ നോക്കിയാലും പച്ചപ്പുകൾ മാത്രം കാണുന്ന ഒരു നാട് കൂടിയാണ്. പ്രപഞ്ച സൃഷ്ടാവ് ഒരു ക്യാൻവാസിൽ പകർത്തിയ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമെന്ന രീതിയിലാണ് ഈ സ്വിറ്റ്സർലൻഡ് സൃഷ്ടികർത്താവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോക്കത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന പച്ചപ്പുകളും ആവരണം സൃഷ്ടിക്കുന്ന മനോഹരമായ മേഘങ്ങളും ഒക്കെയാണ്
ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. എവിടെയും കൊച്ചു കൊച്ചു വീടുകൾ, മനോഹരമായ കാലാവസ്ഥ, മനോഹരമായ കാഴ്ചകൾ, പരന്ന ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാട് കൂടിയാണ് ഈ സ്വിറ്റ്സർലാൻഡ്. മനോഹരമായി നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന വീതിയും പാതയോരങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും. എവിടെ നിന്ന് നോക്കിയാലും ആൽപ്സ് പർവ്വതനിരകളും ആൽപ്സ് പർവ്വതനിരകളെ മൂടിക്കിടക്കുന്ന മഞ്ഞും ഒക്കെയാണ് ഈ പ്രദേശത്തെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നത്. അങ്ങനെ അതിമനോഹരമായ സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഭൂമിയിലെ സ്വർഗമാണ് ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ഒരു അതിശയോക്തിയല്ല എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകൾ അത്രയേറെ മനോഹരമാണ്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളിലൂടെ ബസ് അതിവേഗം സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നാം ലക്ഷ്യമിടുന്നത് ജുങ്ഫ്രോ റീജിയനിലേക്ക് എത്തുകയും അവിടെയുള്ള ആൽപ്സ് പർവ്വതനിരകളുടെ ഏറ്റവും മുകളിലേക്ക് ഉള്ള ഒരു യാത്രയുമാണ്. ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണാനും ആ മനോഹരമായ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാനും യാത്രാ സംഘത്തിലെ ഓരോ യാത്രികനും ഏറ്റവും ആകാംക്ഷയോടെ, ഏറ്റവും തിടുക്കത്തോടെ കാത്തിരിക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ ആൽപ്സ് പർവ്വതത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. പർവ്വതങ്ങൾക്ക് താഴ്വാരത്തിൽ മനോഹരമായി കുടികൊള്ളുന്ന കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, ഗ്രാമത്തിൽ വളരെ വിരളമായി കാണുന്ന കൊച്ചു കൊച്ചു വീടുകൾ, മരം കൊണ്ടുള്ള നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏറ്റവും സുരക്ഷിതമായും സുഖപ്രദമായും ജീവിക്കാനുള്ള അന്തരീക്ഷവും ഈ കൊച്ചു കൊച്ചു വീടുകൾക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജീവിക്കുക എന്നത് തന്നെ സ്വർഗതുല്യമായ ഒരനുഭവമാണ്. അങ്ങനെ ബസ്സിൽ സഞ്ചരിച്ച് ഇപ്പോൾ നാം ഈ ആൽപ്സ് പർവ്വതനിരകളുടെ താഴേക്ക് ജുങ്ഫ്രോ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് ജുങ്ഫ്രോ പർവ്വത മുകളിലേക്ക് നാം സഞ്ചരിക്കേണ്ടത്. ഈ കൊച്ചു ഗ്രാമത്തിലൂടെ ധാരാളം യാത്രികരാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാരണം സ്വിറ്റ്സർലൻഡിൽ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ജുങ്ഫ്രോ റീജിയൻ സന്ദർശിക്കുകയും യൂറോപ്പിൻ്റെ തന്നെ മകുടമായി നിലകൊള്ളുന്ന ജുങ്ഫ്രോ പർവ്വത മുകളിൽ എത്തിച്ചേരുകയും എന്നത്. കാരണം ഏത് സമയവും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു റീജിയൻ കൂടിയാണ് ഈ ജുങ്ഫ്രോ പർവ്വത നിരകൾ. കേബിൾ കാറുകളും എസ്കലേറ്ററുകളും ഒപ്പം തുരങ്ക പാതയും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജുങ്ഫ്രോ പർവ്വതത്തിലേക്കുള്ള യാത്ര വളരെ അനായാസമാണ്. ബേസ് സ്റ്റേഷനിൽ നിന്നും കേബിൾ കാറുകളിൽ ഏതാണ്ട് 1 മണിക്കൂർ സഞ്ചരിച്ച് നാം ജുങ്ഫ്രോ പർവ്വതനിരകളുടെ ഏതാണ്ട് മധ്യഭാഗത്തായി എത്തും. അവിടെ ഒരുക്കിയിരിക്കുന്ന തുരങ്കപാതകളിലൂടെയാണ് നാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ സഞ്ചരിക്കേണ്ടത്. തുരങ്കപാതയിൽ ആരംഭിച്ച് തുരങ്കപാതയിൽ അവസാനിക്കുന്ന ഏറ്റവും മനോഹരമായ റെയിൽപാതയാണ് ഈ ജുങ്ഫ്രോ പർവ്വത മുകളിൽ നമുക്കായി കാത്തിരിക്കുന്നത്. ജുങ്ഫ്രോ പർവ്വത നിരകളുടെ താഴ്വാരത്ത് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ബേസ് സ്റ്റേഷനിൽ നിന്നും പല സ്റ്റെപ്പുകൾ കയറി വേണം നാം കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തുവാനായി. ഈ ഓരോ ചെറു ചെറു കുന്നുകളും കയറാനായി വാക്കലേറ്ററുകൾ, അതുപോലെ തന്നെ എസ്കലേറ്ററുകൾ എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സഞ്ചരിക്കുന്ന ഏത് പ്രായത്തിലുള്ള യാത്രക്കാർക്കും വളരെ അനായാസമായി ഈ ഓരോ സാധ്യതകളെയും ഉപയോഗിച്ച് ഈ ജുങ് പർവ്വത മുകളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നമ്മെ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ഇവിടുത്തെ ജോലിക്കാരും
നമുക്ക് ഏത് നിമിഷവും ഏത് സഹായത്തിനും ഓടിയെത്തുന്ന ഇവിടുത്തെ ടൂർ ഗൈഡുകളും ഒപ്പം തന്നെ ഏറ്റവും മനോഹരവും സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്നതുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് പരിപാലിച്ചു വരുന്ന ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടുള്ള യാത്ര കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നതാണ്. അങ്ങനെ ദൂരെ നിന്നും ഈ മനോഹരമായ ജുംഫോ പർവ്വതത്തിൻ്റെ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നാം ഈ ജുംഫോ പർവ്വതത്തിൻ്റെ ബേസിലേക്ക് എത്തിച്ചേരുകയാണ്. വർഷത്തിൻ്റെ 365 ദിവസവും മഞ്ഞിനാൽ മൂടപ്പെട്ട അതിമനോഹരമായ മലനിരകളാണ് ഈ ആൽപ്സ് പർവ്വതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ദൂരെ നിന്ന് തന്നെ ആൽപ്സ് പർവ്വത നിരകളുടെ മനോഹര ദൃശ്യങ്ങളും കണ്ട് ത്രില്ലടിച്ചിരിക്കുമ്പോൾ കൂടുതൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടിട്ടുക. അങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ നാം ഏഗർ ലോഡ്ജ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സഞ്ചരിക്കുന്ന കേബിൾ കാറുകളും അതുപോലെ തന്നെ മലമുകളിൽ സഞ്ചരിക്കുന്ന ട്രെയിനും എല്ലാം ഏഗർ എക്സ്പ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വപ്നതുല്യമായ ഈ മനോഹര പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന് ഇവിടെ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ മനോഹരമായ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറു നടത്തത്തിന് ശേഷം ധാരാളം ഫോട്ടോകളും വീഡിയോകളുമൊക്കെ എടുത്ത് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആവോളം മനസ്സിലും ക്യാമറയിലും ഒപ്പിയെടുത്തതിന് ശേഷം ഇപ്പോൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നാം എസ്കലേറ്ററിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എസ്കലേറ്ററിൽ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും ഒരു ദീർഘദൂര കേബിൾ കാർ യാത്രയ്ക്കാണ് ഇപ്പോൾ നാം പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 10 പേർക്ക് സഞ്ചരിക്കാവുന്ന കേബിൾ കാറിൽ സഹയാത്രികർക്കൊപ്പം ജുംഫോ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാം കടന്നു പോകുന്ന അതിമനോഹരമായ ഭൂപ്രദേശങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഒത്തിരിയേറെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കേബിളുകളിൽ തൂങ്ങി ആടി സഞ്ചരിക്കുന്ന കേബിൾ കാറുകളിൽ നിന്ന് ജുംഫോ പർവ്വതനിരകളുടെ താഴ്വാരത്തുള്ള മനോഹര കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുക എന്നത് സ്വർഗതുല്യമായ ഒരനുഭവമാണ്. ജീവിതത്തിൽ ആദ്യമായി ഇത്രയേറെ മനോഹരമായ കാഴ്ചകൾ കാണുന്ന ത്രില്ലിലാണ് ഞാനും എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരും. മനസ്സു നിറയെ കണ്ണു നിറയെ ഈ ജുംഫോ പർവ്വത നിരകളുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് ആവുന്നത്ര കാഴ്ചകൾ ക്യാമറയിലും ഒപ്പിയെടുത്ത് നാം മനോഹരമായ യാത്ര തുടരുകയാണ്. എത്ര ദൂരം സഞ്ചരിച്ചാലും ഇനിയും കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രാ സംഘത്തിലെ സഹയാത്രികരൊക്കെ ആവുന്നത്ര രീതിയിൽ ചൂട് പകരുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ തങ്ങളെ സജ്ജമാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾക്ക് പരിചിതമല്ലാത്ത അത്രയേറെ ശൈത്യമാണ് ഇവിടെ അനുഭവിക്കേണ്ടി വരിക. മലമുകളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും ആഞ്ഞടിക്കുന്ന കാറ്റും ഒപ്പം അതിശൈത്യവും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ടൂർ ഗൈഡ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതുപോലെ ശരീരത്തെ ചൂടാക്കി നിർത്തുന്ന ഉളൻ ജാക്കറ്റും ഒപ്പം തൊപ്പിയും ഒക്കെ ധരിച്ചാണ് സഹയാത്രികർക്കൊപ്പം ഞാനും മലമുകളിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ മനോഹരമായ യാത്രയിലുടനീളം സഹയാത്രികർക്കൊപ്പം ഞാനും ഈ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എത്ര കണ്ടാലും മതി വരാത്ത അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതനിരകൾ നമുക്കായി ഒരുക്കുന്നത്. എപ്പോഴും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകളുടെ ശൃംഗങ്ങൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എന്ന് പറയാതെ വയ്യ. കാരണം പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന അത്ര വിസ്മയകരമായ കാഴ്ചകൾ ആണ് ഈ ആൽപ്സ് പർവ്വതങ്ങൾ നമുക്ക് മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ആൽപ്സ് പർവ്വത നിരകളുടെ മുകളിലേക്ക് നാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനും അവിടെയുള്ള ട്രെയിൻ യാത്ര ആസ്വദിക്കാനും യാത്രാ സംഘത്തിലെ ഓരോ യാത്രികരും ഉത്സുകരായി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ആൽപ്സ് പർവ്വത നിരകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആവുന്നത്ര കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആൽപ്സ് പർവ്വത നിരകളെ പറ്റിയാണ് കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3471 മീറ്റർ ഉയരത്തിലാണ് ഈ പാതയിലെ അവസാന റെയിൽവേ സ്റ്റേഷനായ യുങ്ഫ്രോ സ്ഥിതി ചെയ്യുന്നത്. ഇത് തുരങ്കത്തിൽ ആരംഭിച്ച് തുരങ്കത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു റെയിൽവേ പാതയാണ് എന്നതാണ് ഈ റെയിൽവേ പാതയുടെ ഏറ്റവും വലിയ ഒരു ആകർഷണവും യാത്രികരെ ആകർഷിക്കുന്ന ഒരു പ്രധാന സംഗതിയും. മഞ്ഞുമലകൾക്ക് മുകളിലേക്കുള്ള പാത ഇവിടെയാണ് അവസാനിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ മലകയറ്റക്കാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടുത്തെ റെയിൽവേ പാത സ്ഥാപിക്കാൻ ആരംഭം കുറിച്ചത്. 1894 അഡോൾഫ് ഗയർ സെല്ലർ ആണ് ഈ റെയിൽവേ പാത വിഭാവനം ചെയ്തതും ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും. ക്ലെൻ ഷെഡക് എന്ന സ്റ്റേഷനിൽ നിന്ന് മുകളിലേക്ക് നിർമ്മാണം ആരംഭിച്ച പാത 1912 ഒന്നാം ലോകമഹായുദ്ധം മൂലം മുടങ്ങിയെങ്കിലും മലമുകളിലേക്ക് പ്രവേശിക്കാനായി ലിഫ്റ്റ് അതിനുശേഷമാണ് നിർമ്മിക്കപ്പെടുകയുണ്ടായത്. യുങ്ഫ്രോ പ്രദേശം സ്വിറ്റ്സർലാൻഡിലെ ബെർണീസ് ഓബർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പർവ്വത പ്രദേശമാണ്. ഇത് ഐഗർ, മോഞ്ച്, യുങ്ഫ്രോ എന്നീ 3 പർവ്വതങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നാം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്.